നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരിയാണ് വന്നിരിക്കുന്നത്. ക്രഷ് ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. അതിൽ ഫുൾ ബോഡിയിലും ചിക്കൻ കാരി വർക്കിനോട് സിമിലർ ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് ഫുൾ ബോഡിയിലും വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പിങ്ക് ആണ്, ഒരു ലൈറ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. അതിൽ ഓഫ് വൈറ്റ് ത്രെഡിന്റെ വർക്ക് ആണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. സോഫ്റ്റ് ക്രഷ് ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരി ആട്ടോ. ഇതായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരിക. ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു പ്ലീറ്റ്സിന്റെ ഏരിയ വരുന്നത്. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. മുന്താണി ആ ഒരു ചിക്കൻ കാരി വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്. ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ക്രഷ് ഓർഗൻസ ഫാബ്രിക്കിൽ മണ്ണറിൽ കാണിക്കും സാരി. ഇതാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് ആ ഒരു പേസ്റ്റൽ ബേബി പിങ്ക് ടോണിൽ തന്നെ ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരിക. ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ വരും ബോർഡറിൽ വരുമ്പോൾ. ബോഡിയിൽ ഫ്ലോറിലെ ആ ഒരു ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് പല്ലു കംപ്ലീറ്റ് ചിക്കൻ കാരി വർക്കിൽ തന്നെയാണ്. നല്ല തിക്ക് വർക്ക് ആയിരിക്കും സാരിയുടെ മുന്താണി ബോർഡറും വരുന്നത്. നല്ല പേസ്റ്റൽ കളറുമാണ്, സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പല്ലു സെയിം സ്റ്റൈൽ. ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ വർക്ക് തന്നെ ആയിരിക്കും. ബോഡി പ്ലെയിൻ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് പറയുകയാണെങ്കിൽ ഒരു അക്വാ ഗ്രീൻ, ഒരു അക്വാ ബ്ലൂ, ആ ഒരു ടോൺ, ഒരു കടലിന്റെ ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കളർ ടോൺ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാണ് സാരി വരുന്നത്. നമുക്ക് അക്വാ ഗ്രീൻ എന്ന് പറയാം, അക്വാ ബ്ലൂ എന്നും പറയാം. ആ ഒരു ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ തന്നെയാണ് സാരിയിൽ ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഓഫ് വൈറ്റ് ത്രെഡിലായിരിക്കും വർക്ക് വരുന്നത്. ക്രോഷ്യോ ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫുൾ അതേ ത്രെഡ് വർക്ക് ജാൽ ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. മുന്താണി ഇതാണ് സാരിയുടെ പല്ലു. പ്ലെയിൻ വന്നിട്ട് വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്ന സാരി. നെക്സ്റ്റ് കളർ ഐവറി ക്രീം ആണ് സാരി വന്നിരിക്കുന്നത്. കറക്റ്റ് കളർ ഇതാണ് കേട്ടോ. ഞാനിപ്പം ഒരു ബേബി പിങ്ക് സൽവാർ ഇട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ് അല്ല, ഇതാണ് കറക്റ്റ് കളർ വരിക. ഞാൻ എക്സാക്ട് കളർ കണ്ടോ, ഇതായിരിക്കും സാരിയുടെ ഒരു കളർ വരുന്നത്. അതിൽ ആ ഒരു വൈറ്റ് ത്രെഡിലായിരിക്കും ഫുൾ സെയിം സ്റ്റൈലിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക്, ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട്. ജാൽ ഡിസൈൻസിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിലാണ് എല്ലാ സാരിയുടെ ബോർഡർ മുന്താണിയും വരുന്നത്. അതേ ചിക്കൻ കാരി വർക്കിൽ തന്നെ വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ വന്നിട്ട് അതേ ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ കളർ പാലറ്റാണ് എല്ലാ സാരീസും. ഇത് വരുന്ന പേസ്റ്റൽ പീച്ച് ആണ് സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് കളർ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് കറക്റ്റ് കളർ വരിക. ആ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ഉണ്ടല്ലോ, ആ പീച്ച് ടോണിൽ വൈറ്റ് ത്രെഡ് തന്നെയായിരിക്കും വരിക. സെയിം സ്റ്റൈൽ ബോഡി, പല്ലു ആൻഡ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു മിൻ ഗ്രീൻ ആണ്, പേസ്റ്റൽ മിൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ എക്സാക്ട് കളർ പറയുകയാണെങ്കിൽ ഈ ഒരു ലുക്ക് വരും. ഈ ഒരു ഗ്രീൻ ടോൺ ഉണ്ടല്ലോ, ഈ ഒരു പൊസിഷനിൽ കാണുന്ന ഗ്രീൻ, ഇതാണ് സാരിയുടെ കളർ വരുന്നത്. ഒരു വൈറ്റ് ത്രെഡിൽ ഫുൾ സാരി സെയിം വർക്ക്, മുന്താണി പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.